ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറി ആയാലോ. നമ്മുടെ നെയ്ച്ചോറിനും പൊറോട്ടക്കൊക്കെ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് 1/2 കിലോ ബീഫ് എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു മീഡിയം തക്കാളി, മല്ലിയില, പിന്നെ പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ലാസ്റ്റ് ഒരു ബേ ലീഫ് അതും കൂടി ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ബീഫ് വേവിക്കാം. അപ്പോൾ അതേസമയം നമുക്കിത് കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. കുറച്ച് കുരുമുളക്, മല്ലി, ഫെന്നൽ സീഡ് ഉണ്ടല്ലോ, വലിയ ജീരകം, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 3-4 വറ്റൽമുളക്, ഇതുമെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി അതിലേക്കൊരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കായ് ഇതെല്ലാം ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫെന്നൽ സീഡ്, വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള അത് ഇട്ടിട്ട് വീണ്ടും ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ബീഫ് വെന്ത വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലോട്ടൊരു 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നേരത്തെ ഞാൻ റോസ്റ്റ് ചെയ്തത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ബീഫ് ഇട്ട് കൊടുക്കുക ഇതിലോട്ട്. എല്ലാ ബീഫും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം മല്ലിയില. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി ഇത്ര വേണമെങ്കിൽ ഈ സമയം നിങ്ങൾ എന്താ പറയുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുക്കുക. ഇതിപ്പം തന്നെ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് 1 ടീസ്പൂൺ ഗീ ഉണ്ടല്ലോ, മിൽമ ഗീ 1/2 kg അതിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നെയ്ച്ചോറ്, പൊറോട്ട, നെയ്പത്തിൽ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.